Hello everyone, welcome to A Dream Distance Education. Today we are going to discuss our common paper English Communication Skills. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BA BCom കോഴ്സുകളുടെ കോമൺ പേപ്പർ ആയിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്ലാസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ അല്ലേ, എന്താണ് കമ്മ്യൂണിക്കേഷൻ, വാട്ട് യു മീൻ ബൈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്, എന്തെല്ലാമാണ് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ വരുന്ന എലമെൻറ്റ്സുകൾ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ മാക്രോ ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ മാക്രോ ഫങ്ഷൻസ് എന്തെല്ലാമാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. ഓക്കെ, ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതുവരെയുള്ള ടോപ്പിക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. പല തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഏതെല്ലാം തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് എന്നെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ പഠിച്ചതിൻ്റെ അതേപോലെ തന്നെയാണ്. ഇപ്പം നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്താ എന്നുള്ളത് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ അതിൽ എന്തെല്ലാം എലമെൻറ്റ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്തത്. ദെൻ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ വരുന്ന ബാരിയേഴ്സ്, പ്രശ്നങ്ങൾ അല്ലേ, അതെന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതെല്ലാം തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ആണ് ഉള്ളത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ ലിസൺ, എന്തെല്ലാമാണ് അല്ലെങ്കിൽ ഏതെല്ലാമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് കമ്മ്യൂണിക്കേഷനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണത്? വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കമ്മ്യൂണിക്കേഷനെ രണ്ടായി തിരിക്കുമ്പോൾ നമുക്ക് വരുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. ഇനി വെർബൽ കമ്മ്യൂണിക്കേഷനെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് തിരിക്കാം. അതേതൊക്കെയാണ്? റിട്ടൺ, ഓറൽ, വിഷ്വൽ. ഓക്കെ, അതായത് എന്താ പറയുന്നത്, ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വി ക്യാൻ ഡിവൈഡ് ഇൻ ടു ടൈപ്സ് അല്ലെ. രണ്ട് ടൈപ്പായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷനെ ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് verbal communication and another is non-verbal communication. Then again we can divide verbal communication into three types: written, oral and visual. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ മെസ്സേജ് ഒരു സെൻറ്ററിൽ നിന്നും റിസീവറിലേക്ക് പാസ് ചെയ്യുന്ന ആ ഒരു വേ ആണ് പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെയൊക്കെ ആവാം? വെർബൽ ആയിട്ടാവാം, നോൺ വെർബൽ ആയിട്ടാവാം. ഓക്കെ, വെർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പറയുകയോ എഴുതുകയോ വിഷ്വലൈസ് ചെയ്തോ അങ്ങനെയാണ് വരുന്നത്, വെർബൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. നോൺ വെർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ. ഓക്കെ, അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ മൂന്നെണ്ണമാണ് വരുന്നത്. ഏതാണ്? റിട്ടൺ ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൺവേ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് പാസ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതി നമുക്ക് കൊടുക്കാൻ പറ്റും. ആ എഴുതുന്ന രീതി നമുക്ക് എന്തൊക്കെയായിരിക്കാം? മെയിലാവാം, ലെറ്റർ ആവാം, മെസ്സേജ് ആവാം. ഇതെല്ലാം എന്താണ് വരുന്നത്? ഒരു റിട്ടൺ സ്റ്റൈലിലാണ് വരുന്നത്. ദെൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പറയുക, സ്പീക്ക് ചെയ്യുക, സ്പീച്ച്. ഓക്കെ, അതാണ് വരുന്നത് ഓറൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ദെൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കൊരു കാര്യം, ഒരു മെസ്സേജ് കൺവേ ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസീവറിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് മൂന്ന് തരത്തിലുള്ള വെർബൽ കമ്മ്യൂണിക്കേഷൻസ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു അത്? റിട്ടൺ, ഓറൽ ആൻഡ് വിഷ്വൽ. ഇനി കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ വേരിയസ് മീഡിയ സച്ച് ആസ് റൈറ്റിംഗ്, സ്പീച്ച്, ഗസ്റ്റേഴ്സ് ആൻഡ് ആക്ഷൻസ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനെ നമുക്ക് എങ്ങനെയെല്ലാം പറയാം? കമ്മ്യൂണിക്കേഷൻ പലതരത്തിലുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ്? വേരിയസ് മീഡിയ വഴി നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് നടത്താം. ഏതൊക്കെയാണ്? റൈറ്റിംഗ്, എഴുതുന്ന രീതിയിലാവാം, സ്പീച്ച്, പറയുന്ന രീതിയിലാവാം, ദെൻ ഗസ്റ്റേഴ്സ്, നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് അങ്ങനെയാവാം, ദെൻ ആക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്പീച്ച് ക്യാൻ ഫസ്റ്റ് ആൻഡ് ദെൻ റൈറ്റിംഗ് സിസ്റ്റം വാസ് ഡെവലപ്ഡ് ലേറ്റർ ഓൺ അല്ലേ. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? സ്പീച്ചാണ്. അത് നമുക്ക് നമ്മുടെ ലൈഫൊക്കെ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും അല്ലേ. എങ്ങനെയാണ്? ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞ് ആദ്യം തന്നെ എഴുതുകയാണോ ചെയ്യുന്നത്? അല്ല, അവർ
അവരെന്താ ചെയ്യുന്നത്? കേൾക്കുകയാണ് ആദ്യം ചെയ്യുന്നത്, ലിസണിങ് അല്ലേ? ആദ്യം അവരെന്താ ചെയ്യുന്നത്? ലിസണിങ് ആണ് ചെയ്യുന്നത്. ഒരു കമ്മ്യൂണിക്കേഷനിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ലിസണിങ് ആണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ലിസൺ ചെയ്തതിന് ശേഷം ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ചില വാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അക്ഷരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാച്ച് ചെയ്യുന്നുണ്ട്. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ചില അക്ഷരങ്ങളാണ് കുട്ടികൾ പറയുന്നത്. ഒരിക്കലും ഒരു കുട്ടി ജനിച്ച് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഫുൾ വേർഡുകൾ പറയില്ല അല്ലേ? അമ്മ, അച്ഛൻ, ഇതൊന്നും ആ കുട്ടി എന്ത് ചെയ്യില്ല? ആദ്യം തന്നെ പറയില്ല. ആ കുട്ടി ജസ്റ്റ് ശബ്ദങ്ങളാണ് വരുത്തുന്നത് ആദ്യം. ഓക്കെ, ദെൻ ആ ശബ്ദങ്ങൾ വരുത്തി അക്ഷരങ്ങൾ ക്യാച്ച് ചെയ്തതിന് ശേഷം ആ കുട്ടിക്ക് എന്ത് പറ്റുന്നുണ്ട്? വേർഡ്സുകൾ. ഓക്കെ, ദെൻ ആ കുട്ടി വേർഡ്സുകൾ ക്യാച്ച് ചെയ്ത് പറയാൻ തുടങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? പതുക്കെ ആ കുട്ടി സെൻറ്റൻസിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ തന്നെ ഏതൊരു ഹ്യൂമൻ ബീയിങ് ആണെന്നുണ്ടെങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? സ്പീച്ചാണ്. ഈ സ്പീച്ച് എത്തുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലിസൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിസൺ ചെയ്തത് നമുക്ക് കിട്ടുന്ന അക്ഷരങ്ങളെ നമ്മൾ എന്താക്കുന്നുണ്ട്? കുഞ്ഞു കുഞ്ഞു വേർഡ്സുകളാക്കുന്നുണ്ട്. എന്നാൽ ആ വേർഡ്സുകൾ നമ്മൾ സെൻറ്റൻസ് ആക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് പറയാനുള്ള മെസ്സേജ് നമ്മൾ കൺവേ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു സ്പീച്ച് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്? റൈറ്റിംഗ്, എഴുതാൻ തുടങ്ങുന്നത് അല്ലേ? ആ എഴുതാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്താണ്? അക്ഷരങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അക്ഷരങ്ങൾ ചേർത്ത് നമ്മൾ ചെറിയ വാക്കുകൾ പഠിക്കുന്നു. ആ വാക്കുകൾ പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ എങ്ങോട്ട് എത്തുന്നത്? സെൻറ്റൻസിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ മാത്രമേ നമുക്ക് പറയാനുള്ള ആ ഒരു മെസ്സേജ് നമ്മൾക്ക് സെൻറ്റൻസ് വഴി റിട്ടൺ മോഡൽ നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് എന്താണ്? സ്പീച്ചാണ്. സ്പീച്ച് അതായത് നമ്മൾ പറയാൻ പഠിച്ചതിന് ശേഷം മാത്രമാണ്, അല്ലെങ്കിൽ പറയുന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഴുതാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ള പോയിന്റ്. ദെൻ നെക്സ്റ്റ് വരുന്നത് സം ലാംഗ്വേജസ് വിച്ച് ആർ സ്പോക്കൺ ബട്ട് നോട്ട് റിട്ടൺ. സെവറൽ ഓഫ് ദ ട്രൈബൽ ലാംഗ്വേജസ് ഡു നോട്ട് ഹാവ് എനി സ്ക്രിപ്റ്റ്. അതുപോലെ ഇനി കുറച്ച് ട്രൈബൽ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ, ട്രൈബൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദിവാസികൾ. ട്രൈബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസികളാണ് അല്ലേ? അപ്പോൾ അവരുടെ ഒരു സിസ്റ്റത്തിൽ എന്താണ്? അവർക്ക് പറയുന്ന ലാംഗ്വേജുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ പറയുന്ന വേർഡുകൾ നമുക്ക് എഴുതാൻ കഴിയില്ല. ഓക്കെ, അവർക്ക് എന്തായിരിക്കും? അവർ പറയുന്ന അല്ലെങ്കിൽ ട്രൈബൽ ലാംഗ്വേജിൽ ചിലത് സ്പോക്കൺ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, റിട്ടൺ ആയിട്ട് നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഡെഫ് ആൻഡ് ഡം പീപ്പിൾ യൂസ് ആക്ഷൻസ് ആൻഡ് ഗസ്റ്റേഴ്സ്. ഇനി ഡെഫായതും ഡംബായതുമായ ആളുകൾ, അതായത് എന്താണ്? ചെവി കേൾക്കാനും അതുപോലെ പറയാനൊന്നും കഴിയാത്ത ആളുകളുണ്ട് അല്ലേ? അവരെന്താ ചെയ്യുന്നത്? അവർ ജസ്റ്റ് കൈയിൻ്റെ മൂവ്മെൻറ്റ്സിൽ ബോഡി ലാംഗ്വേജ്, ഗസ്റ്റേഴ്സ്, ആക്ഷൻസ് കൊണ്ടൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ദ വിഷ്വലി ചലഞ്ച്ഡ് റീഡ് ആൻഡ് റൈറ്റ് യൂസിങ് ബെയർലി അല്ലേ? ഈ കണ്ണ് കാണാത്തവർക്കും അല്ലെങ്കിൽ എന്താണ് കണ്ണ് കാണാത്ത ആളുകൾക്കായിട്ട് ഒരു റൈറ്റിംഗ് സിസ്റ്റം ഉണ്ട് അല്ലേ? ആ ഒരു സിസ്റ്റത്തിലാണ് എന്ത് ചെയ്യുന്നത്? അവർ റിട്ടൺ ചെയ്യുന്നതും എന്ത് ചെയ്യുന്നത്? റീഡ് ചെയ്യുന്നതും അല്ലേ? അവർക്ക് റീഡ് ചെയ്യാൻ അവർ കൈ യൂസ് ചെയ്തിട്ട് ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പൊന്തി നിൽക്കുന്ന അക്ഷരങ്ങളായിരിക്കും. ബെർലി സിസ്റ്റത്തിൽ വരുന്നത് അക്ഷരങ്ങൾക്ക് ഒരു പൊന്തലുണ്ടായിരിക്കും. അതിന് എന്താണ്? ഒരു മുള്ളു പോലുള്ള ഒരു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളൊന്ന് ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. എന്ത് ചെയ്യുക? അപ്പോൾ അതിനെന്താണ്? ഒരു പൊന്തി നിൽക്കുന്ന ഒരു തരത്തിലുള്ള അക്ഷരങ്ങളായിരിക്കും. അപ്പോൾ അവർക്കത് കൈകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഏതാണ് അക്ഷരം, കൈകൊണ്ട് ഇങ്ങനെ തടഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അത് ഏതാണ് അക്ഷരം എന്ന് അറിയാൻ കഴിയും. അപ്പോൾ അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സിസ്റ്റത്തിൽ അവർക്ക് വായിക്കാനും എഴുതാനും കഴിയും. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണ്? രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് പറഞ്ഞുള്ളത്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷനിൽ തന്നെ എന്ത് വരുന്നുണ്ട്? റിട്ടൺ, ഓറൽ ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ട്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ യൂസ് ഓഫ് വേർഡ്സ് ടു കൺവേ മെസ്സേജ് അല്ലേ? വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. അതാണ് എന്ത്? വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓറൽ കമ്മ്യൂണിക്കേഷൻ ടേക്ക് പ്ലേസ് ഇൻ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് ഡിസ്കഷൻ, ടെലിഫോൺ കോൾസ്, other circumstances in which spoken word is used to express meaning അല്ലേ? ഇനി ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൺവേ ചെയ്യേണ്ടത് നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ട് നിന്നുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട്. ഇനി അതർവൈസ് നമ്മൾ ടെലിഫോൺ കോൾ ചെയ്ത് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ എന്താണ്? ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഇതിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്.
വേർഡ്സുകൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓറൽ കമ്മ്യൂണിക്കേഷനിൽ മെസ്സേജ് കൺവേ ചെയ്യുന്നത്. അത് നമുക്ക് എന്തായിരിക്കാം, ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആയിരിക്കാം, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ഫോൺ കോൾ ആയിരിക്കാം, ടെലിഫോൺ കോൾ ആയിരിക്കാം. ഈ ഏത് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ മെസ്സേജ് കൺവേ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു ദ പ്രോസസ് കൺവേയിങ് മെസ്സേജ് ത്രൂ ദ റിട്ടൺ സൈൻസ് ഓർ സിംബൽസ്. അല്ലേ, എന്താണ് ഇനി റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൺവേ ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതിക്കൊണ്ട് കൺവേ ചെയ്യാം. അല്ലേ, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയാസ് ഏതെല്ലാം ആയിരിക്കും, ലെറ്റർ ആവാം, ഇമെയിൽ ആയിരിക്കാം, റിപ്പോർട്ടുകളായിരിക്കാം, മെമ്മോ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺവേ ചെയ്യാനുള്ള മെസ്സേജ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വി റിട്ടൺ ദാറ്റ് മെസ്സേജ് ത്രൂ ദ medium of letters, email, then report, memo, etc. Okay, then next one വരുന്നത് downward communication ആണ്. ഇനി എന്താണ് downward communication എന്നാണ്? Communication process from higher level to lower level. That is a senior communication between a superior and a subordinate. ഇനി ഒരു ബിസിനസ് മേഖല അല്ലെങ്കിൽ ഒരു ഓഫീസ്, ഈ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ എന്താണ്, സുപ്പീരിയേഴ്സും സബോർഡിനേറ്റും എംപ്ലോയീസ് എല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ബോസ്, ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അതിനൊരു ബോസ് ഉണ്ടായിരിക്കും. ആ ബോസ് എന്ത് ചെയ്യും, മാനേജറോട് പറയും. മാനേജർ എന്ത് ചെയ്യും, അവിടെയുള്ള സബോർഡിനേറ്റിനോട് പറയും. സുപ്പീരിയർ ഓഫീസറാണ്, മാനേജർ എന്ത് ചെയ്യും, സബോർഡിനേറ്റേഴ്സിനോട് പറയും. അതിൻ്റെ ലെവൽ എന്തുണ്ടായിരിക്കും, കോമൺ എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അല്ലേ, അവരോട് പറയും. അപ്പോൾ അവരുടെ ഒരു ഓഫീസിലൊരു കാര്യം, ഒരു മെസ്സേജ് ഓഫീസിലുള്ള ഒരു മെസ്സേജ് കൺവേ ചെയ്യണമെങ്കിൽ സുപ്പീരിയർ ഓഫീസറിൽ നിന്ന് എംപ്ലോയിയിലേക്ക്, അതായത് ഒരു ലോവർ എംപ്ലോയിയിലേക്ക് മെസ്സേജ് എത്തുന്നുണ്ട്. അത് എന്താണ്, ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജിങ് പൊസിഷനിലുള്ള ആളുകൾ ആരൊക്കെയോ അവരോട് പറയുന്നുണ്ട്. പല സ്ഥലങ്ങളുണ്ടായിരിക്കും. അല്ലേ, ദെൻ ആ മാനേജേഴ്സ് എന്ത് ചെയ്യും, അവരുടെ കീഴിലുള്ള ആളുകളോട് പറയും, സബോർഡിനേറ്റേഴ്സിനോട് പറയും. ദെൻ ആ സബോർഡിനേറ്റ്സ് എന്ത് ചെയ്യും, അവരുടെ താഴെയുള്ള എംപ്ലോയീസിനോട് പറയും. അങ്ങനെ മെസ്സേജുകൾ കൺവേ ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഈസ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഫ്രം ഹയർ ലെവൽ ടു ലോവർ ലെവൽ, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ സുപ്പീരിയർ ആൻഡ് എ സബോർഡിനേറ്റ്. ഓക്കെ, അപ്പോൾ 3 കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഓറൽ കമ്മ്യൂണിക്കേഷൻ, വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദെൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, 4 കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നത് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മൾ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനാണ് തൊട്ട് മുന്നേ പറഞ്ഞത്. ദെൻ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമുക്കറിയാം ഡൗൺവേർഡ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് എന്ത് വരുന്നത്, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, സുപ്പീരിയർ ഓഫീസേഴ്സിൽ നിന്നും സബോർഡിനേറ്റിലേക്ക് വരുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്നത്, അതായത് താഴത്തോട്ട് വരുന്ന കമ്മ്യൂണിക്കേഷൻ. ദെൻ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മുകളിലോട്ട് പോകുന്ന കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു ലോവർ ലെവൽ എംപ്ലോയിയിൽ നിന്നും ഒരു ബോസിലേക്ക് എത്തുന്ന, അതായത് ലോവർ ലെവൽ എംപ്ലോയിയിൽ നിന്നും ബോസിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ലോവർ ലെവൽ എംപ്ലോയി എന്ത് ചെയ്യും, ഒരു സബോർഡിനേറ്റർ ആയിട്ടുള്ള ഒരു ഓഫീസറോട് സംസാരിക്കും. സബോർഡിനേറ്റർ ആയിട്ടുള്ള ഓഫീസർ എന്ത് ചെയ്യും, സുപ്പീരിയർ ആയിട്ടുള്ള ഓഫീസേഴ്സിനോട് സംസാരിക്കും, ലൈക്ക് മാനേജേഴ്സിനോട് സംസാരിക്കും. അതിൽ നിന്നാണ് എങ്ങോട്ട് എത്തുന്നത്, ബോസിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, upward communication എന്ന് പറയുന്നത്. ലിസൺ, കമ്മ്യൂണിക്കേഷൻ ഫോളോ ഫ്രം എ സബോർഡിനേറ്റ് ഓർ എ സബോർഡിനേറ്റ്സ് ടു എ ഹയർ അതോറിറ്റി. അല്ലെ, ഒരു സബോർഡിനേറ്റോ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സോ ഒരു ഹയർ അതോറിറ്റിയിലേക്ക് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി എ റിപ്പോർട്ട്, സജഷൻ, ഒപ്പീനിയൻ ഓർ എ ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ് ഫ്രം ദ വർക്കേഴ്സ്. അല്ലെ, ജോലിക്കാരുടെ എന്തെങ്കിലും ഒരു പ്രശ്നം, അല്ലെ, അപ്പോൾ ഈ ജോലിക്കാരെന്ത് ചെയ്യും, അത് അവരുടെ സുപ്പീരിയർ ഓഫീസർ ആരാനോ അവരോട് സംസാരിക്കും. അവരെന്ത് ചെയ്യും, അവരുടെ മേലുള്ള ആളാരാണോ അവരോട് സംസാരിക്കും. അങ്ങനെ അങ്ങനെ പോയിട്ടാണ് അവിടെ എത്തുള്ളൂ, ഒരു ബോസിലേക്ക് എത്തുള്ളൂ. അല്ലേ, ഇനി എന്താണ് അതിന് തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്, ഇപ്പം നമ്മുടെ കോളേജുകളിലോ അല്ലെങ്കിൽ സ്കൂളുകളിലോ ഒക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്, കുട്ടികളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായി, ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, ആ ഒരു പ്രശ്നം അവരെന്ത് ചെയ്യും, ക്ലാസ് ടീച്ചറോട് പറയും. ക്ലാസ് ടീച്ചർ അതെന്ത് ചെയ്യും, ടീച്ചിങ് സെക്രട്ടറി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കും, ആ ഒരു സെക്രട്ടറിയോട് പറയും. ദെൻ അവരെന്ത് ചെയ്യും,
പ്രിൻസിപ്പൽ അടുത്ത് എത്തും, അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസിൻ്റെ അടുത്ത് എത്തും. ദെൻ അവരാണ് എന്ത് ചെയ്യുന്നത്, കോളേജ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റിനോട് കാര്യം പറയുന്നത് അല്ലേ. അപ്പോൾ താഴെ നിന്നും മുകളിലേക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ്, താഴെ ലെവലിൽ നിന്നും ഒരു മുകളിലേക്ക് ഒരു ഹയർ ലെവലിലുള്ള ആളുകളിലേക്ക് മെസ്സേജ് കൺവേ ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അതിൽ പറയുന്നത് ഈ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനെയും അപ്വേർഡ് കമ്മ്യൂണിക്കേഷനെയും, ബോത്ത് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആർ കോൾഡ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ. ഈ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനെയും അപ്വേർഡ് കമ്മ്യൂണിക്കേഷനെയും നമ്മൾ ചേർത്ത് പറയുന്നത് എന്താണ്, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ദെൻ വാട്ട് യു മീൻ ബൈ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ? നമുക്കറിയാം, നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കാറുണ്ട് അല്ലേ. അവിടെ എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടാവാറുണ്ടോ? ഇല്ല അല്ലേ. നമ്മുടെ ഒപ്പീനിയൻസ് പറയാറുണ്ട്, ഐഡിയാസ് പറയാറുണ്ട്, ടൂർ പ്ലാൻ ചെയ്യാറുണ്ട് അല്ലേ. അവിടെ എന്തുണ്ടാവില്ല, ഒരു സീനിയർ എന്നോ ജൂനിയർ എന്നോ എന്നുള്ള ഒരു വ്യത്യാസം ഉണ്ടായിരിക്കില്ല അല്ലേ. അതുപോലെ തന്നെ ഇനി ഒരു ബിസിനസ് മേഖലയാണ്, അവിടെ പലതരത്തിലുള്ള മാനേജേഴ്സ് ഉണ്ടായിരിക്കാം, പലതരത്തിലുള്ള എംപ്ലോയീസ് ഉണ്ടായിരിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്ഷൻ മാനേജറും ഒരു മാർക്കറ്റിംഗ് മാനേജറും അവരെന്താണ്, തുല്യതയിലാണ് നിൽക്കുന്നത്, അവർ തമ്മിൽ സംസാരിക്കുന്നു അല്ലേ. അപ്പം അത്തരത്തിലുള്ള ഒരേ ലെവലുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരേ ലെവലുള്ള ആളുകൾ സംസാരിക്കുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ലിസൺ, communication between officers working at the same level of management is called horizontal communication. Example, interaction between production manager and marketing manager അല്ലെ, ഒരു പ്രൊഡക്ഷൻ മാനേജറും മാർക്കറ്റിംഗ് മാനേജറും തമ്മിൽ സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ. ദെൻ അതുപോലെ എന്താണ്, ബിറ്റ്വീൻ അവർ ഫ്രണ്ട്സ്, നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ. ഈ രണ്ടെണ്ണമാണ് എന്തിൽ വരുന്നത്, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനും അപ്വേർഡ് കമ്മ്യൂണിക്കേഷനെയും കൂടി നമ്മൾ ചേർത്ത് പറയുന്ന പേരാണ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് എന്ത്, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനും അപ്വേർഡ് കമ്മ്യൂണിക്കേഷനും. ദെൻ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരേ ലെവലുള്ള ആളുകൾ സംസാരിക്കുന്നത്, ഒരു ബിസിനസ് മേഖല ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവിടെ ഒരേ ലെവലിൽ വരുന്ന ആളുകൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഇടയിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻ. അതർവൈസ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ, നമ്മുടെ കസിൻസിൻ്റെ, അങ്ങനെ ഒരേ ഏജ് ലിമിറ്റിൽ അല്ലെങ്കിൽ ഒരേ കാറ്റഗറിയിൽ വരുന്ന ആളുകളുടെ ഇടയിൽ വരുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് വാട്ട് ഈസ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് വാട്ട് ഈസ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമുക്കറിയാം എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ബട്ട് വി വാണ്ട് ടു സ്റ്റഡി ഇറ്റ്സ് ഡെഫിനിഷൻസ്. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ? എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ? യെസ്, നമുക്കറിയാം we communicate with our ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഇൻ വിച്ച് അവർ ഓർഗനൈസേഷൻ അല്ലെ, നമ്മുടെ ഓർഗനൈസേഷൻസിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഫോർമലായിട്ട് ആരോടാണോ സംസാരിക്കുന്നത്, ഫോർമലായിട്ട് സംസാരിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഫോർമൽ ഓഫീസേഴ്സിനോടൊക്കെ സംസാരിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. So what do you mean by formal communication? Communication process is used in professional environment. ഒരു പ്രൊഫഷണൽ എൻവയോൺമെൻറ്റിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നത്. പ്രൊഫഷണലായി നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അതാണ് എന്ത്, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ ഇറ്റ് റെഫേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ വിച്ച് പാസസ് ത്രൂ predefined channels. It is also known as the official communication. ഓക്കെ, അപ്പോൾ ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒഫീഷ്യലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ എക്സാമ്പിൾ വരുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ദെൻ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം നമ്മൾ പറഞ്ഞു എന്താണ്, ഹയർ ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്ക് വരുന്നതും ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് വരുന്നതുമാണ് എന്ത്, അപ്വേർഡ് കമ്മ്യൂണിക്കേഷനും ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനും. ദെൻ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരേ മേഖലയിൽ അല്ലെ ഒരേ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് എന്ത്, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതിൽ നമ്മുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട്, അതിനെ മാറ്റി നിർത്തുക. ഓഫീസ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് വരുന്ന ഒന്നാണ് എന്ത്, ഒരേ ലെവലിലുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ്. നമ്മൾ പറഞ്ഞു മാർക്കറ്റിംഗ് മാനേജറും പ്രൊഡക്ഷൻ മാനേജറും ഒക്കെ അല്ലേ. അപ്പോൾ അവർ സംസാരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും എന്താണ്,
ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, വാട്ട് യു മീൻ ബൈ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ? Informal communication is one that does not follow any lines of communication and move freely in all the direction. It is also called as grapevine communication. ഓക്കെ, എന്താ അതിൽ പറയുന്നത്? ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. അതിൽ തന്നെ ഉണ്ടല്ലേ, നമുക്ക് മധുരമായി സംസാരിക്കാം. ഇൻഫോർമലായിട്ട് സംസാരിക്കുന്നത് നമ്മൾ ആരോടൊക്കെയാണ്? നമ്മുടെ പാരൻസിനോട്, നമ്മുടെ കസിൻസിനോട്, നമ്മുടെ ഫ്രണ്ട്സിനോട്, നമ്മുടെ കൊളീഗ്സിനോട്, അല്ലേ, നമ്മുടെ ക്ലാസ്മേറ്റ്സിനോട്, അല്ലേ, ഇവരോടൊക്കെയാണ് നമ്മൾ എന്ത് സംസാരിക്കുന്നത്? ഇൻഫോർമലായിട്ട് സംസാരിക്കുന്നതിൽ. അതിന് എന്തെങ്കിലും ഒരു അതിർവരമ്പുണ്ടോ? എന്തെങ്കിലും ഒരു ബോർഡർ ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡയറക്ഷൻ ഉണ്ടോ? നെവർ, അല്ലേ. ഇൻഫോർമലായിട്ട് നമുക്ക് ആരോടും ഫ്രീ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഫ്രീ ആയി സംസാരിക്കാൻ പറ്റുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് എന്ത്? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, എന്താണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ? അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഫീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒഫീഷ്യലായി നമ്മൾ സംസാരിക്കുന്നതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാരൻസിനോട്, നമ്മുടെ റിലേറ്റീവ്സിനോട്, ഫ്രണ്ട്സിനോട്, കസിൻസിനോട്, ക്ലാസ്മേറ്റ്സിനോട്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആളുകളോട് അല്ലെങ്കിൽ ഇഷ്ടമുള്ള തരത്തിൽ യാതൊരു ബോർഡറും ഇല്ലാതെ ഏത് തരത്തിൽ നമുക്ക് നമ്മുടെ മെസ്സേജുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഹാപ്പിനെസ്, അല്ലെ, ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വരും, അല്ലേ. അപ്പോൾ ഫ്രീ ആയി സംസാരിക്കാൻ പറ്റുന്നതാണ് എന്ത്? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്കിനി നോക്കാനുള്ളത് എന്താണ്? അഡ്വാൻറ്റേജസ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സംസാരിക്കുക, ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? ഗ്രൂപ്പ് ഡിസ്കഷൻ, അതുപോലെ എന്താണ്? കോൾ ചെയ്യുക, അല്ലെ, ടെലിഫോൺ കോൾ, ഇതെല്ലാമാണ് എന്ത് വരുന്നത്? വെർബൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്, അല്ലേ. നോൺ വെർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഗസ്റ്റേഴ്സ്, അല്ലേ, അല്ലെങ്കിൽ എന്താണ്? പിക്ചർ കാണിച്ചു കൊടുക്കുക, ഇതെല്ലാമാണ് എന്ത് വരുന്നത്? ജസ്റ്റ് ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അപ്പോൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദീസ് ഓൾ ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. മെസ്സേജ് ഈസ് റിസീവ്ഡ് ത്രൂ സെൻസ് ഓർഗൻസ്, അല്ലേ. നമുക്ക് എന്താണ്? മെസ്സേജ് നമുക്ക് കറക്റ്റായിട്ട് സെൻസ് ഓർഗൻസിന് റിസീവ് ചെയ്യും. ഓക്കെ, ദെൻ പിന്നീട് വരുന്നതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ എഫക്റ്റീവ് ദാൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനേക്കാളും എഫക്റ്റീവ് ആയിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. ദെൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ടു വേ പ്രോസസ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? രണ്ട് ആളുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ്. ദെൻ റിപ്ലൈ ഈസ് ഈസി ഇൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇനി എന്താണ്? നമുക്കൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നതെങ്കിൽ അതിൻ്റെ നമ്മൾ പറയുന്നതിനുള്ള റിപ്ലൈ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ദെൻ ഇറ്റ് സേവ്സ് ടൈം ആൻഡ് എനർജി. ഇനി ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതെന്താണ്? നമ്മുടെ ടൈം സേവ് ചെയ്യും, അതുപോലെ എന്താണ്? എനർജി സേവ് ചെയ്യും. ബിക്കോസ് എന്താണ്? നമ്മളൊരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മെസ്സേജ് നമ്മൾ കൊടുത്ത് നമ്മൾ അതിൻ്റെ തിരിച്ച് അവർ ആ മെസ്സേജ് കണ്ട് അത് നമുക്കതിനൊരു റിപ്ലൈ കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത്രയും ടൈം അവിടെ ലാഗ് ചെയ്ത് പോവുകയാണ്. നേരെ മറിച്ച് ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമുക്ക് എന്താണ്? നമ്മൾ പറയുന്നതിനുള്ള ആ ഒരു റിപ്ലൈ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. സോ നമ്മുടെ എനർജി സേവ് ചെയ്യാം, നമുക്ക് നമ്മുടെ ടൈം സേവ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് സ്പീക്കിംഗ് എബിലിറ്റി. ഇനി എന്താണ്? നമ്മളിങ്ങനെ ഡയറക്റ്റായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പീക്കിംഗ് എബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട്? വെർബൽ കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ബോത്ത് സ്പീക്കർ ആൻഡ് ലിസണർ ആർ വിസിബിൾ ടു ഈച്ച് അതർ. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള മാറ്റർ നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമുക്കറിയാം ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം കേൾക്കുന്ന ലിസണറുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതുപോലെ നമ്മൾ പറയുന്ന ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ലിസണർക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തിലൂടെയാണ്? വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. ഓക്കെ, ദെൻ പിന്നീട് വരുന്നതാണ് ഇറ്റ് ഈസ് ഫേസ് ടു ഫേസ്. അല്ല, അതെന്താണ്? വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? ഫേസ് ടു ഫേസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ നമുക്ക് എന്താണ്? ക്ലാരിറ്റി ഉണ്ടായിരിക്കും, അല്ലേ. നമ്മളിപ്പോൾ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നതിന് എന്തുണ്ടായിരിക്കും? ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പറയുന്നതിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും, അല്ലേ. ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ അതായത് റിപ്ലൈ മുന്നേ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അവിടെയും വരുന്നത്. എന്താണ്? നമ്മൾ ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒരു കാര്യത്തിൻ്റെ
റിപ്ലൈ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുമെന്നാണ് പറയുന്നത്. ദെൻ ടൈം സേവിങ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. നമുക്ക് എന്താണ്, ഒരു മെസ്സേജ് അയച്ച് അതിന് റിപ്ലൈ കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റും. സോ വി ക്യാൻ സേവ് അവർ ടൈം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, ചീപ്പറാണ്. അതായത് ചീപ്പർ എന്നുള്ളത് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഇപ്പം എന്താണ്, നമുക്കധികം ചിലവ് വരുന്നില്ല. ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമുക്കധികം ചിലവ് വരുന്നില്ല. അതുപോലെ എന്താണ്, അങ്ങനെ ആ ഒരു കാര്യങ്ങൾ, നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. നമുക്ക് എന്താണ്, ഡയറക്റ്റ് നമ്മൾ ഓറലി സംസാരിക്കുകയാണ് അല്ലേ, നമ്മൾ സംസാരിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ തീർക്കുന്നത്. അവിടെ നമുക്ക് എന്ത് വരുന്നില്ല, ക്യാഷിൻ്റെ ഒരു ഉപയോഗവും വരുന്നില്ല. സോ അത് എന്താണ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ചീപ്പറാണ് എന്നാണ് പറയുന്നത്. ദെൻ മോർ അക്യുറേറ്റ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിവിടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാളിങ്ങനെ ലെക്ചറിങ് നടത്തുകയാണ്. ലെക്ചറിങ് നടക്കുന്ന സമയത്ത് നമ്മൾ ആ കേൾക്കുന്ന ആളുകൾ, ഓഡിയൻസ് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ലിസണേഴ്സ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഡയറക്റ്റായിട്ട് കാണാൻ കഴിയും. മേ ബി ചില ആളുകൾ എന്തായിരിക്കും, ഒരാൾ ലെക്ചറിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മേ ബി ചില ആളുകൾ എന്തായിരിക്കും, ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ചില ആളുകൾ എന്തായിരിക്കും, ജസ്റ്റ് എന്തെങ്കിലും വരച്ചുകൊണ്ടിരിക്കാം. കാരണം ബിക്കോസ് അവിടെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തിൽ, ഒരു ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ. സോ ദീസ് ഓൾ ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. സോ ഇത് മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക, എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് വരുന്നത്? നമുക്കറിയാം, നേരിട്ട് സംസാരിക്കുമ്പോൾ, ഡയറക്റ്റായി സംസാരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത്, എന്താ നോക്കൂ, it consume enough time when some hot or controversial issue is being discussed. ഇനി നമ്മൾ ഭയങ്കര വിവാദമായ എന്തെങ്കിലും ഒരു കാര്യമാണ് സംസാരിക്കുന്നതെങ്കിൽ ഒരുപാട് സമയമെടുക്കും നമ്മളതൊന്ന് ചർച്ച ചെയ്ത് ഒത്തുതീർപ്പാക്കി വരാൻ അല്ലേ. അപ്പം നമുക്ക് അവിടെ എന്താണ്, ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആയി പോകും. അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്തിനുണ്ട്, നമ്മുടെ ഓറൽ കമ്മ്യൂണിക്കേഷനുണ്ട്. ദെൻ രണ്ടാമത് വരുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കൺഫ്യൂഷൻ ഡെവലപ്പ് ഡ്യൂറിങ് ട്രാൻസ്ഫോമിങ് ഇൻഫർമേഷൻ. മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാൻ വളരെ എളുപ്പമുള്ള ഒന്നാണ് എന്ത്, നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഇപ്പം നമ്മുടെ ഒരു ഹിറ്റ്ലർ എന്ന ഹിറ്റ്ലർ ഫിലിം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ മാധവൻകുട്ടി, നമ്മുടെ മമ്മൂട്ടിയുടെ ക്യാരക്ടറിന് വരുന്ന ഒരു പേരാണ് ഹിറ്റ്ലർ അല്ലേ. അപ്പോൾ അവരുടെ വീട്ടിൽ വർക്ക് ചെയ്യാൻ സെർവൻ്റായിട്ട് വരുന്ന ഒരു സ്ത്രീ അവരോട് പറയുന്നുണ്ട്, മാധവൻകുട്ടി അല്ലെ, ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ വീട് ഏതാണെന്ന് ചോദിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അവർ അത് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവരത് മറന്നുപോയി. മാധവൻകുട്ടി എന്നറിയാം, പക്ഷേ ആ ഒരു പേര് അറിയുന്നില്ല അല്ലെ, ഹിറ്റ്ലർ എന്ന പേര് അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത്, നേരെ നമ്മുടെ മമ്മൂട്ടിയുടെ അടുത്ത് പോയിട്ട് തന്നെയാണ് എന്ത് ചോദിക്കുന്നത്, ഈ മാധവൻകുട്ടിക്ക് ഒരു ഇരട്ടപ്പേരുണ്ടല്ലോ അതെന്താ എന്നുള്ളത്. അപ്പോൾ അവിടെ എന്താ വന്നത്, അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ളൊരു ഇടയുണ്ടായി അല്ലേ. എന്താണ് അത്, ആ പേര് അവർ മറന്നുപോയി. പിന്നെ അത് ചെന്ന് ചോദിച്ചത് ആരുടെ അടുത്ത് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അതേപോലെ പല പ്രശ്നങ്ങളും മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരാം. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുത്തും എന്നതൊരു വലിയ ഒരു എന്താണ്, ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. ഓക്കെ, ദെൻ അതെന്താണ്, പല കൺഫ്യൂഷനും അല്ലെ. ഡയറക്റ്റായി സംസാരിക്കുമ്പോൾ ഇപ്പം നമുക്ക് പറയുന്നത്, ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ, നേരത്തെ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ എന്താണ്, നമ്മുടെ ഓരോ സ്ഥലത്തും നമ്മുടെ സ്ലാങ്ങിന് വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആയിരിക്കില്ല നമ്മൾ എന്തിനെങ്കിലും നമ്മൾ വേറൊരു ജില്ലയിലോ ഒക്കെ പറയുന്നത്. അപ്പോൾ അത് തന്നെ എന്തിന് ഇടവരുത്തും, കൺഫ്യൂഷൻ ഇടവരുത്തും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്, പെർമനൻറ്റ് റെക്കോർഡ് കനോട്ട് ബി മെയിൻറ്റെയിൻഡ് ഇൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഇനി ഒരു ഓറൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത്, ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് എല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാൻ നമുക്ക് കഴിയില്ല അല്ലേ. ബട്ട് ഒരു എന്താണ്, അതായത് നമ്മൾ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച് ഇന്നതെല്ലാം പറയണം എന്ന് വിചാരിച്ച് വന്നതുപോലെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഓറൽ കമ്മ്യൂണിക്കേഷനിൽ പറയാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ മാറ്റം വരാം. അപ്പോൾ അതൊരു റെക്കോർഡഡ് അല്ല എന്നാണ് വേറൊരു ഡിസഡ്വാൻറ്റേജ് വരുന്നത്. ദെൻ ഇറ്റ് റിക്വയർ ഫോണിറ്റിക് നോളേജ് വിച്ച് എവരി വൺ ഡു നോട്ട് ഹാവ് അല്ലേ. അതുപോലെ നമ്മൾ പറയുന്ന ആ ഒരു രീതി, നമ്മൾ പറയുന്ന ആ ഒരു സ്റ്റൈൽ, ഫോണിറ്റിക് സൗണ്ട്, ഇതൊന്നും എല്ലാവർക്കും ഒരുപോലെ അറിഞ്ഞുകൊള്ളണമെന്നില്ല.
These all are the main disadvantages of verbal communication. ഓക്കെ, അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതുപോലെ എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻറ്റേജ്, എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഓറൽ കമ്മ്യൂണിക്കേഷൻ, ഒരു കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും നല്ലത് എന്ത് തന്നെയാണ്, വെർബൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അല്ലേ. അതിൻ്റെ നമ്മൾ ആ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെർബൽ കമ്മ്യൂണിക്കേഷനെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. സോ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. ഇറ്റ് ഈസ് വെരി ഗുഡ് അല്ലേ. ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എന്ത് തന്നെയാണ്, വെർബൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓറൽ കമ്മ്യൂണിക്കേഷൻ വേഴ്സസ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ദാറ്റ് ഈസ് the difference between oral communication and written communication. അപ്പോൾ നമുക്കറിയാം ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും. ഇനി നമുക്ക് തരംതിരിക്കേണ്ടത് എന്തെല്ലാമാണ് അതിൻ്റെ ഡിഫറൻസ് എന്നാണ്. സോ ലുക്ക് അറ്റ് ദ ബോർഡ്. അപ്പോൾ നമുക്കറിയാം ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓറൽ കമ്മ്യൂണിക്കേഷൻ ഈസ് വെൻ ഐഡിയാസ്, ഇൻഫർമേഷൻ ആൻഡ് മെസ്സേജ് ഈസ് കൺവേഡ് ത്രൂ സ്പോക്കൺ വേർഡ്സ് അല്ലെ. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണ് അല്ലേ, നമുക്ക് പാസ് ചെയ്യാനുള്ള മെസ്സേജ്, ഇൻഫർമേഷൻ, ഐഡിയാസ് ഇതെല്ലാം നമ്മൾ സ്പോക്കൺ വേർഡ്സിൽ മറ്റൊരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് എന്ത്, ഓറൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ അപ്പോൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്താണ്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ഇന്റർചേഞ്ച് ഓഫ് മെസ്സേജ്, ഇൻഫർമേഷൻ ആൻഡ് ഐഡിയാസ് ഇൻ റിട്ടൺ ഓർ ടൈപ്ഡ് ഓർ പ്രിന്റഡ് ഫോം. അപ്പോൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള മെസ്സേജ് അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള ഐഡിയ, നമുക്ക് പറയാനുള്ള തോട്ട്സ്, ഇൻഫർമേഷൻ ഇതെല്ലാം ഒരു എഴുതിയ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു പ്രിന്റ് ചെയ്ത രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ചെയ്ത രൂപത്തിൽ നമ്മൾ കൺവേ ചെയ്യുന്നതാണ് എന്ത്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ദെൻ നെക്സ്റ്റ് വരുന്നത് ലിറ്ററസി ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഇൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറയുന്ന സമയത്ത് അതിന് ലിറ്ററസി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് പറയുന്നത്. ബട്ട് ഇൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ലിറ്ററസി ഈസ് മസ്റ്റ്. നമ്മൾ എഴുതുന്ന സമയത്ത് ലിറ്ററസി നമ്മൾ മസ്റ്റായിട്ട്, അതായത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രോസസ് ഈസ് ക്യുക്ക്. ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് ക്യുക്കാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ടൈം കൺസ്യൂമിങ് അല്ലേ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ അതിൻ്റേതായ സമയമെടുക്കും. ഓക്കെ, ഓറൽ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് അതിൻ്റെ റിപ്ലൈ, ഫീഡ്ബാക്ക് കിട്ടുമെങ്കിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ അതിൻ്റേതായ ടൈം വേണ്ടി വരുമെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻ ദ കേസ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ ദ സൈസ് ഓഫ് ഓഡിയൻസ് ഈസ് സ്മോൾ അല്ലേ. ഓറൽ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ സൈസ് ഓഫ് കമ്മ്യൂണിക്കേറ്റേഴ്സ് അതായത് ഓഡിയൻസ് സ്മാൾ ആവുന്നതാണ് നല്ലത് അല്ലേ. സ്മോൾ ആണ് നല്ലത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സൈസ് ഓഫ് ഓഡിയൻസ് ഈസ് ലാർജ് അല്ലേ. ഒരുപാട് ആളുകൾക്കൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ അത് എഴുതുന്ന രീതിയിൽ റിട്ടൺ ആവുന്നത് കൊണ്ട് നമുക്കതിനൊരു പ്രശ്നമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെന്താണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ അതിന് എന്താവശ്യമില്ല, എവിഡൻസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ദർ ഈസ് നോ എവിഡൻസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഈസ് എവിഡൻസ് ഈസ് മസ്റ്റ് അല്ലെ. അവിടെ എന്ത് വേണം, എവിഡൻസ് മസ്റ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് നോൺ വെർബൽ കോസസ് ക്യാൻ ബി യൂസ്ഡ്. നമുക്ക് ഒരു ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോൺ വെർബൽ കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ഗസ്റ്റേഴ്സ്, ആക്ഷൻസ് ഇതെല്ലാം നമുക്ക് എന്തിൽ യൂസ് ചെയ്യാൻ പറ്റും, ഓറൽ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ നോൺ വെർബൽ കോസസ് കാനോട്ട് ബി യൂസ്ഡ്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ നമുക്കതിൽ നമ്മുടെ ഗസ്റ്റേഴ്സ്, ആക്ഷൻസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ് ഈസ് റിട്ടൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് മെസ്സേജ് റിവിഷൻ ഈസ് നോട്ട് പോസിബിൾ ഇൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ. നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ നമ്മൾ പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ്, ഇറ്റ് ഈസ് നോട്ട് റെക്കോർഡഡ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിവിഷൻ ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല, റിവൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് 2-3 തവണ നമ്മുടെ മനസ്സിൽ ആലോചിച്ചതിന് ശേഷം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിതെല്ലാം പറയുന്നതിന് മുൻപ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഓറൽ കമ്മ്യൂണിക്കേഷനിൽ റിവിഷൻ നടത്താൻ പറ്റുള്ളൂ അല്ലേ. ബട്ട് ഇൻ ദ കേസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ നമുക്കത് എഴുതി ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ നമുക്കത് കൊടുക്കുന്ന ആൾക്ക് കൊടുക്കുന്നതിന് മുൻപ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും അത് വായിച്ച് നോക്കി അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ആക്കാൻ പറ്റും.
പക്ഷെ ഓറൽ കമ്മ്യൂണിക്കേഷനിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ അങ്ങനെ റിവിഷൻ ചെയ്യാനുള്ള ഒരു ടൈം അവിടെ ഇല്ല, അല്ല റിവിഷൻ നോട്ട് പോസിബിൾ, അത് സാധ്യമല്ല എന്നാണ് പറയുന്നത്. ദെൻ ഷോർട്ട് ആൻഡ് സിമ്പിൾ മെസ്സേജ് അല്ലേ, എന്താണ് നമ്മൾ ഒരു ഓറൽ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ നമുക്ക് ഷോർട്ടായിട്ട് സിമ്പിളായിട്ട് മെസ്സേജുകൾ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. ബട്ട് റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ എന്താണ് ലെങ്തി മെസ്സേജസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹൈ പോസിബിലിറ്റി ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇനി നമ്മളൊരു ഓറൽ കമ്മ്യൂണിക്കേഷനാണ് നടത്തുന്നത് എങ്കിൽ അതിലെന്താണ് ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള വഴികളുണ്ട്. മിസ്അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടോപ്പിക് തന്നെയാണ്, ഡിസ്അഡ്വാൻറ്റേജും പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിലെന്താണ് ഹൈ പോസിബിലിറ്റി ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് പറയുന്നത്. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് ഒരു ഹൈ പോസിബിലിറ്റി ഉണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ പോസിബിലിറ്റി ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് കമ്പാരിറ്റീവ്ലി ലെസ് ആണ് ഏതിൽ, റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ. ഓക്കെ, അപ്പോൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും മനസ്സിലായി കാണും. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ് എന്തുകൊണ്ടും ബെറ്റർ അല്ലെ, എന്താണ് കുറേ ബെറ്റർ, എന്താണ് നല്ല കാര്യങ്ങൾ ഓറൽ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടെങ്കിൽ കുറച്ച് ചീത്ത കാര്യങ്ങളും എന്തിലുണ്ടായിരിക്കും ഓറൽ കമ്മ്യൂണിക്കേഷനിലുണ്ട്. അതുപോലെ തന്നെയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ചില കാര്യങ്ങൾ നമുക്ക് നല്ലതാണ്, ചില കാര്യങ്ങൾ എന്താണ് ആ സ്ഥാനത്ത് നമുക്ക് ഓറൽ കമ്മ്യൂണിക്കേഷനാണ് ബെറ്റർ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു ഡിഫറൻസിയേഷൻ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, നൗ we are going to discuss face-to-face interaction and its steps. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ എന്നും ഏതെല്ലാം തരത്തിലുള്ളതാണ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് എന്നുമാണ്. സോ ലുക്ക് അറ്റ് ദ ബോർഡ്. A face-to-face interaction may be defined as communication when the communicator or sender transmit his or her message in a person to the receiver when they are standing or sitting in front of each other. This face-to-face conversation can be verbal or non-verbal. In it, both sender and receiver should be physically and mentally present at the place of communication. അപ്പോൾ എന്താണ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ? നമുക്കത് അറിയാം അല്ലേ, നമുക്ക് എന്താ പറയുക പഠിച്ചെടുക്കേണ്ട കാര്യമൊന്നും അല്ല എന്താണ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് വി വാണ്ട് ടു നോ ദ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ മേ ബി ഡിഫൈൻഡ് ആസ് കമ്മ്യൂണിക്കേഷൻ വെൻ ദ കമ്മ്യൂണിക്കേറ്റർ ട്രാൻസ്മിറ്റ് ഹിസ് മെസ്സേജ് ഇൻ പേഴ്സൺ ടു ദ റിസീവർ അല്ലേ. അതായത് ഫേസ് ടു ഫേസ് ആയിട്ടിരുന്ന, അതായത് മുഖത്തോട് മുഖം നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ ഒരു കമ്മ്യൂണിക്കേറ്റർ അല്ലെങ്കിൽ ഒരു സെൻഡർ മെസ്സേജ് റിസീവർക്ക് പാസ് ചെയ്യുന്ന ആ ഒരു വേയാണ് എന്ത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് സെൻഡറും റിസീവറും ഫിസിക്കലി ആൻഡ് മെൻ്റലി ദേ ആർ ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്ലേസ്. നമ്മൾ എവിടെ നിന്നാണോ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കണ്ടക്ട് ചെയ്യുന്നത് അവിടെ റിസീവർ ആയാലും സെൻഡർ ആയാലും ഫിസിക്കലി മെൻ്റലി അവരവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻഡർ റിസീവറിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നത് ഫേസ് ടു ഫേസ് ആയിരുന്നു, മുഖത്തോട് മുഖം അല്ലെങ്കിൽ എന്താണ് ഒപ്പം ഇരുന്ന് അല്ലെങ്കിൽ നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ നമ്മൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ്. അതാണ് എന്ത് കമ്മ്യൂണിക്കേഷൻ, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻ ദിസ് പ്രോസസ് എന്താണ് നമ്മൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി വി ആർ ഇൻ ദർ അല്ലേ. നമ്മൾ ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഫിസിക്കലിയും മെൻ്റലിയും നമ്മൾ എവിടെ ഉണ്ടായിരിക്കും, ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന പ്ലേസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടൈപ്സ് ഓഫ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ. ഇനി ഏതെല്ലാം തരത്തിലാണ് ഈ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഉള്ളത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇൻ്റർവ്യൂ. അപ്പോൾ ഇൻ്റർവ്യൂ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ഒരു ഇൻ്റർവ്യൂവറും ഒരു ഇൻ്റർവ്യൂവും എവിടെ ഉണ്ടായിരിക്കും, ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കും. നമ്മളെന്താണ് ഫേസ് ടു ഫേസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി എന്തിനാണ് ഈ ഇൻ്റർവ്യൂ നടക്കുന്നത്? ഒന്നുകിൽ നമുക്ക് ഏതെങ്കിലും കോഴ്സിന് ചേരാൻ, അതർവൈസ് നമ്മൾ ഏതെങ്കിലും ഒരു ജോബിന് ചേരാൻ അല്ലേ. ആ ഒരു ജോബിന് അല്ലെങ്കിൽ ആ ഒരു കോഴ്സിന് നമ്മളെ അപ്ലൈ ചെയ്ത് നമ്മൾ ഏബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് മെമ്പേഴ്സ് അല്ലേ, ഒരു കൂട്ടം ആളുകൾ, മേ ബി ഒരാളായിരിക്കാം, മേ ബി 2 or 3 ആയിരിക്കാം. അവർ നമ്മളോട് ഒരുപാട് ക്വസ്റ്റ്യൻസ്, നമ്മൾ ആ ഒരു ജോബിലേക്കോ അല്ലെങ്കിൽ ആ ഒരു കോഴ്സിലേക്കോ ഏബിൾ ആണോ എന്നറിയാൻ നമുക്കതിനുള്ള ആ ഒരു
എബിലിറ്റി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതാണ് എന്ത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻ്റർവ്യൂ? ആൻഡ് ഇൻ്റർവ്യൂ ഈസ് ആൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഇൻട്രാക്ടർ ആൻഡ് ഇൻ്റർവ്യൂ ടു ജഡ്ജ് ദ ഇൻ്റർവ്യൂസ് suitability for recruitment for a job or admission into a course. It is very important part of face to face interaction. അപ്പോൾ ഈ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്. ഓക്കെ, ഒരാൾ ഒരു ജോബിനോ അല്ലെങ്കിൽ ഒരു കോഴ്സിനുള്ള അഡ്മിഷനോ ആ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന സമയത്ത് നമ്മൾ അതിന് ഏബിൾ ആണോ സ്യൂട്ടബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരു ബോർഡ്, ഒരു ഓർഗനൈസേഷൻ നടത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ആണ് എന്ത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിൽ വരുന്നത് മീറ്റിംഗ്. എന്താണ് മീറ്റിംഗ്സ്? യെസ്, എന്താണ് എ മീറ്റിംഗ് ഈസ് വെൻ 2 or more people come together to discuss one or more topics. Face to face meetings are very important to discuss a topic or to reach any conclusion. ഇനി മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു പോയിന്റിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തെ കുറിച്ചോ ഒന്നോ രണ്ടോ ആളുകൾ തമ്മിൽ ഫേസ് ടു ഫേസ് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് അതിനൊരു തീരുമാനത്തിൽ എത്തുന്നതാണ് എന്ത് മീറ്റിംഗ് എന്ന് പറയുന്നത്. ഈ മീറ്റിംഗ് എവിടെയെല്ലാം നടക്കും? ഓൾ ഓർഗനൈസേഷനിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും, ഓൾ സ്കൂളുകളിൽ, കോളേജുകളിൽ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, ഇനി എവിടെയെല്ലാം ഒരു കൂട്ടം ആളുകളുണ്ടോ, എന്തെങ്കിലും ഒരു പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടോ, എന്തെല്ലാം നടക്കുന്നുണ്ടോ, അവിടെ എല്ലാം എന്തുണ്ടായിരിക്കും? മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചോ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തെ കുറിച്ചോ രണ്ടോ കൂടുതൽ ആളുകളോ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 2 പേര് തമ്മിലെങ്കിലും ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലേ? അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 2 പേര് തമ്മിൽ സംസാരിച്ച് നമ്മൾ അതിനൊരു കൺക്ലൂഷൻ കൊണ്ടുവരുന്നുണ്ട്. അതാണ് എന്ത് മീറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് കോൺഫറൻസസ്? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് മീറ്റിംഗ്സ് ആണ്. അപ്പോൾ എന്താണ് കോൺഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ കോൺഫറൻസ് ഈസ് എ മീറ്റിംഗ് ഓഫ് 2 or more experts to discuss and exchange opinions or new information about a particular topic. These conference are also an integral part of a face to face communication. അല്ലേ? അപ്പോൾ എന്താണ് ഈ കോൺഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 2 പേര് തമ്മിൽ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുക, അതിനൊരു കൺക്ലൂഷൻ എത്തുന്നതാണ് എന്ത് മീറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ കോൺഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 എക്സ്പേർട്ടുകൾ തമ്മിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ അവരുടെ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒപ്പീനിയൻസ്, അതുപോലെ അവരുടെ ഐഡിയാസ്, അതുപോലെ ന്യൂ ഇൻഫർമേഷൻ ഓഫ് പർട്ടിക്കുലർ ടോപ്പിക്സ്, ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ് എന്ത് കോൺഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കോൺഫറൻസ് ഒക്കെ അധികം നടക്കുന്നത് എവിടെയാണ്? ഓഫീസുകളിൽ, ഓർഗനൈസേഷനുകളിൽ, ബിസിനസ് പ്ലേസുകളിൽ, അല്ലെ ബിസിനസ് ഓർഗനൈസേഷൻസിലൊക്കെയാണ് എന്ത് നടക്കുന്നത്? കോൺഫറൻസ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ കോൺഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് പറയുന്നത്. കോൺഫറൻസ് ഇസ് എ മീറ്റിംഗ് ഓഫ് 2 or more experts to discuss and exchange opinions or a new information about a particular topic. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുക, അവരുടെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക, അതുപോലെ എന്താണ് മെസ്സേജുകൾ, ഒപ്പീനിയൻസ് എക്സ്ചേഞ്ച് ചെയ്യുക. ഇതെല്ലാം എക്സ്പേർട്സുകൾ തമ്മിൽ, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അറിയുന്ന എക്സ്പേർട്സുകൾ തമ്മിൽ അവരുടെ ഒപ്പീനിയൻസും പിന്നെ ഐഡിയാസും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് എന്ത് കോൺഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതും എന്താണ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിലെ ഒരു ഇൻ്റഗ്രൽ പാർട്ട് തന്നെയാണ് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് സെമിനാർസ് ആണ്, അല്ലേ? സെമിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് സെമിനാർ എന്താ എന്നുള്ളതെല്ലാം, അല്ലേ? അപ്പോൾ അത് കൂടുതലായിട്ടും നടക്കുന്നത് എവിടെയാണ്? സ്റ്റുഡൻസിൻ്റെ ഇടയിലാണ്, അല്ലേ? ഒരു പ്ലസ് ടു മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെമിനാറുകളൊക്കെ കൂടുതലായിട്ട് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സെമിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, it means when a group of advanced students studying under a professor, with each doing original research and all exchange result through reports and discussions. സെമിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം കുട്ടികൾ നല്ലൊരു പ്രൊഫസറുടെ അണ്ടറിൽ പഠിക്കുകയാണെങ്കിൽ അവർ കൊടുക്കുന്ന ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് അവർ ഒരുപാട് റിസർച്ചുകളും ഡിസ്കഷൻസും എല്ലാം നടത്തിയതിന് ശേഷം ആ ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ റിസൾട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു
പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെമിനാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്, വർക്ക്ഷോപ്സ് ആണ്. എന്താണ് വർക്ക്ഷോപ്സ്? ഓക്കെ, it is a period of discussion and practical work on a particular subject where the scholars share their knowledge and experience with students. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുട്ടികളുടെ ഇടയിൽ, സ്റ്റുഡൻസിൻ്റെ ഇടയിൽ വരുന്നതാണ്. അതായത് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് സ്കോളേഴ്സ്, അതായത് പണ്ഡിതന്മാരൊക്കെ അല്ലെങ്കിൽ എന്താണ് നല്ല അറിവുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഐഡിയകളും കാര്യങ്ങളും ഒക്കെ കുട്ടികൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ആ ഒരു ഡിസ്കഷൻ, അവരുടെ ഇടയിൽ ആ ഒരു ഡിസ്കഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് വൺ, ക്ലാസ് റൂം ലെക്ചേഴ്സ്. ക്ലാസ് റൂം ലെക്ചേഴ്സ്. അപ്പോൾ എന്താണ് ഈ ക്ലാസ് റൂം ലെക്ചേഴ്സ്? നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. അതായത് ഒരു ടീച്ചർ ആ ക്ലാസ്സിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റഡി മെറ്റീരിയൽസും ടീച്ചേഴ്സിൻ്റെ നോളേജൊക്കെ യൂസ് ചെയ്തിട്ട് കുട്ടികൾക്ക് അറിവ്, നോളേജ് പകർന്നു കൊടുക്കുന്ന ആ ഒരു സിസ്റ്റമാണ് എന്ത്, lecture, class teacher, lecture എന്ന് പറയുന്നത്. It is a special form of communication in which a teacher share his or her knowledge and other study materials with the students. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് നോളേജ് പകർന്നു കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ടീച്ചർ ലെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചർ ലെക്ചേഴ്സ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ടീച്ചർ നോളേജ് പറഞ്ഞു കൊടുക്കുന്ന, അറിവ് പകർന്നു കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്ത്, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതും അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് കോൺവെർസേഷൻസ്. അപ്പോൾ എന്താണ് കോൺവെർസേഷൻ? എന്താണ് കോൺവെർസേഷൻ? യെസ്, രണ്ടുപേര് തമ്മിൽ അല്ലെങ്കിൽ എന്താണ് രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് തന്നെയാണ് എന്ത്, കോൺവെർസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്, വെൻ ടു ഓർ മോർ പീപ്പിൾ ടോക്ക് വിത്ത് ഈച്ച് അതർ, അല്ലേ, ഇറ്റ് ഈസ് കോൾഡ് കോൺവെർസേഷൻ. രണ്ടോ മൂന്നോ ആളുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ തമ്മിൽ സംസാരിക്കുന്നത് തന്നെയാണ് എന്ത്, കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ഇൻ ഇറ്റ് ദേ ഷെയർ ദെയർ വ്യൂസ്, ഐഡിയാസ് എക്സെട്ര. ആ ഒരു കോൺവെർസേഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ വ്യൂസ്, ഐഡിയാസ് ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നുണ്ട്. വിത്ത് ഈച്ച് അതർ, അല്ലെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഇൻ ഇറ്റ് all participants contribute and the specified time for doing conversation. അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ആളുകളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ വിലപ്പെട്ട സമയം അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൺവെർസേഷൻ. അപ്പോൾ എന്താണ് കോൺവെർസേഷൻ എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കൺവെൻഷൻസും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ബി പൊളൈറ്റ് ആൻഡ് കോപ്പറേറ്റീവ്. ബി പൊളൈറ്റ് ആൻഡ് കോപ്പറേറ്റീവ്. അതിലെന്താ പറയുന്നത് നോക്കൂ. വൈൽ ഡൂയിങ് കോൺവെർസേഷൻ ഓൾ ദ പാർട്ടിസിപ്പൻസ് ഷുഡ് ഷെയർ ദെയർ വ്യൂസ്, ഇമോഷൻസ് എക്സെട്ര വിത്ത് പൊളൈറ്റ്നെസ് ആൻഡ് ദേ ഷുഡ് കോഓപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ. ഇനി ഒരു കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത്, വൈൽ ഡൂയിങ് കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് all the participants should share their views, emotions with the politeness and they should cooperate with each other. എന്താണ് ചെയ്യേണ്ടത്, ആ കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് അതിലുള്ള എല്ലാ ആളുകളും, കോൺവെർസേഷൻ്റെ ടൈമിലുള്ള ആളുകളെല്ലാം എന്ത് ചെയ്യണം, അവരുടെ വ്യൂസും ഐഡിയാസും ഇമോഷൻസും എല്ലാം പൊളൈറ്റ് രൂപത്തിൽ തന്നെ കൺവേ ചെയ്യണം എന്നുള്ളതാണ് ബി പൊളൈറ്റ് ആൻഡ് കോപ്പറേറ്റ്. ബി പൊളൈറ്റ് ആയിട്ട് കൺവേ ചെയ്യണം, ദെൻ കോപ്പറേറ്റ് ആയിട്ടിരിക്കണം. ഓക്കെ, അതാണ് ബി പൊളൈറ്റ് ആൻഡ് കോപ്പറേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അതിൽ വരുന്ന കോൺവെർസേഷൻ്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കൺവെൻഷനിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് അഡ്ജസൻറ്റ് പെയർ. എന്താണ് അഡ്ജസൻറ്റ് പെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ ഏർലി പാർട്ട് ഓഫ് കോൺവെർസേഷൻ വെൻ ബോത്ത് ദ സ്പീക്കേഴ്സ് ഗ്രീറ്റ് ഈച്ച് അതർ. എന്താണ് അഡ്ജസൻറ്റ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് അതിലുള്ള ആളുകളെല്ലാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രീറ്റ് ചെയ്യണം, അല്ലേ. എക്സാമ്പിൾ എന്താ പറയുന്നത്, ഹായ് ഹലോ എന്നൊക്കെയാണ്. നമ്മളൊരു കോൺവെർസേഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് എന്തിലേക്ക് പറ്റില്ല, കയറി ടോപ്പിക്കിലോട്ട് വരാൻ പറ്റില്ല. നമ്മൾ എന്ത് ആദ്യം ചെയ്യുന്നുണ്ട്, ജസ്റ്റ് വിഷ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യുന്നത്, ഹായ് എന്നോ ഹലോ എന്നോ പറഞ്ഞിട്ടാണ് നമ്മൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ആ ഒരു പോയിന്റിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡെവലപ്പ് എ ടോപ്പിക്. ഡെവലപ്പ് എ ടോപ്പിക് എന്നതിൽ വരുന്നത് എന്താണ്, ദ പേഴ്സൺസ് ഡൂയിങ് കോൺവെർസേഷൻ വിത്ത് ഈച്ച് അതർ ഷുഡ് നോ ദ ഡെവലപ്പ് എ ടോപ്പിക്. ഡെവലപ്പ്
എ ടോപ്പിക് ഓഫ് കോൺവെർസേഷൻ. ഇറ്റ് ഹെൽപ്പ് ഇൻ ഡൂയിങ് എഫക്റ്റീവ് കോൺവെർസേഷൻ. ഒരു കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് ഒരു ടോപ്പിക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം ആർക്ക് വരുന്നുണ്ട്? ആ കോൺവെർസേഷൻ കണ്ടക്ട് ചെയ്യുന്ന ആളുകൾക്ക് വരുന്നുണ്ട്. അത് ഒരു നല്ല കോൺവെർസേഷൻ ഉണ്ടാക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെവലപ്പ് എ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് അതിലുള്ള പാർട്ടിസിപ്പൻസ് എന്ത് ചെയ്യണം? ഒരു ടോപ്പിക് ഡെവലപ്പ് ചെയ്യണം അല്ലേ? എന്നാൽ മാത്രമേ ഒരു നല്ല കോൺവെർസേഷൻ അവിടെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ചൂസിങ് ദ റൈറ്റ് വേർഡ്സ്. In order to make conversation interesting and effective, the speakers should choose the right words. It also improves the quality of conversation. ഇപ്പോൾ ഒരു കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കോൺവെർസേഷൻ ഇൻട്രസ്റ്റിംഗ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ല വേർഡ്സുകൾ, റൈറ്റ് ആയിട്ടുള്ള വേർഡ്സുകൾ നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ ആ നല്ല വേർഡ്സോട് കൂടി നമ്മൾ കോൺവെർസേഷൻ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ തന്നെ എന്തായിരിക്കും എന്നാണ് പറയുന്നത്? ഇംപ്രസീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ഫുൾ യൂസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. നമുക്കൊരു കോൺവെർസേഷൻ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ എന്ത് ചെയ്യണം? ഫുള്ളായിട്ട് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഫുള്ളായിട്ട് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. whenever a person get the opportunity to speak, he or she should make full use of it. Talk as much as you want, don't leave your conversation. നമുക്കൊരു അവസരം കിട്ടുന്ന സമയത്ത് ആ ഒരു അവസരം നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യുക. അതിൽ നിന്നും പകുതി വെച്ച് നിർത്തി പോരാതിരിക്കുക. നമ്മൾ ആ ഒരു കോൺവെർസേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക, നല്ല രീതിക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ആ ഒരു ടൈം നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നാണ് ആ ഒരു ടോപ്പിക് പോയിന്റിൽ പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. നമുക്കറിയാം ഒരു കോൺവെർസേഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തുടക്കവും നന്നായിരിക്കണം, അവസാനിപ്പിക്കുന്നത് നന്നായിരിക്കണം. അതിനൊക്കെ ഒരു ഫോർമാലിറ്റീസ് ഉണ്ട് അല്ലേ? അപ്പോൾ എന്താ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു അല്ലേ? എന്താണ്? ഒരു കോൺവെർസേഷൻ തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം ഹായ് എന്നോ ഹലോ എന്നോ പറയാം. അതർവൈസ് നമുക്ക് എന്ത് പറയാം? ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയാം അല്ലേ? അതുപോലെ തന്നെ ഇനി അതിൽ എന്തെങ്കിലും ഒരു കാരണത്താൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്, എന്തെങ്കിലും ഒരു സോറി പറയേണ്ട ഒരു ടൈം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സോറി എന്നൊക്കെ. അതുപോലെ ഇനി ആ ഒരു കോൺവെർസേഷൻ നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ പറയാം? ഓക്കെ ബൈ, സി യു എഗെയിൻ, അതുപോലെ എന്ത് പറയാം? താങ്ക് യു എന്നൊക്കെ പറയാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മസ്റ്റായിട്ടും ഒരു കോൺവെർസേഷൻ നടത്തുമ്പോൾ ചെയ്യണം. നമ്മളതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും നമ്മൾ വളരെ വൃത്തിയായി വേണം കണ്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പറയാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? ഇറ്റ് ഈസ് പോയിന്റഡ് ഔട്ട് ഡു നോട്ട് സിംപ്ലി ബിഗിൻ ആൻഡ് എൻഡ് അല്ലേ? ഗുഡ് മോർണിംഗ്, താങ്ക് യു എന്നൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും ഒരു കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ പറയണം. ഓക്കെ ബൈ, സി യു എഗെയിൻ അങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞിട്ട് വേണം അത് അവസാനിപ്പിക്കാനും. അതുപോലെ ഗുഡ് മോർണിംഗ്, ഹായ്, ഹലോ എന്നൊക്കെ പറഞ്ഞ് വേണം നമ്മൾ ആ ഒരു കോൺവെർസേഷൻ തുടങ്ങാനും എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ടേൺ ടേക്കിംഗ്. ഇറ്റ് ഈസ് വൺ ഹൂ ടോക്ക് ടു മച്ച് ആൻഡ് ഡസ് നോട്ട് അലോ ദ ടൈം ഫോർ അതേഴ്സ്. Take our own turn. Example, students generally raise a hand to take a turn to talk. അല്ലേ? നമുക്കറിയാം ചില ആളുകൾ സംസാരിക്കാൻ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തുകയില്ല അല്ലേ? നമ്മളിങ്ങനെ റേഡിയോ പോലെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുക, അവരിങ്ങനെ എന്ത് ചെയ്യും? പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു കോൺവെർസേഷനിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ പറയുക തന്നെ വേണം. നമ്മുടെ ആ ഒരു അവസരം നമ്മൾ ഏറ്റെടുക്കുക തന്നെ, നമ്മൾ മുൻകൈ എടുത്ത് തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത്. അതിനൊരു ഉദാഹരണം പറയുന്നത്, ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് ഒരു കുട്ടിക്ക് എന്തെങ്കിലും ടീച്ചറോട് ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ടീച്ചറോട് പറയണമെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യാറുണ്ട്? കൈ റൈസ് ചെയ്തിട്ട് എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞ കുട്ടി പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ അവസരങ്ങൾ നമ്മൾ തന്നെ മുൻകൈ എടുത്ത് പറയണം, ചെയ്യണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. Then the last point is repairs. The term repairs refers to the efforts by the speaker or the hearer to correct trouble spots in conversation. Trouble spots in conversation. Repairs may be initiated by the hearer or the speaker. Okay, അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു കോൺവെർസേഷൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അവിടെ റിപ്പയേഴ്സിനുള്ള ആ ഒരു അവസരം ഇല്ല എന്ന് അല്ലേ? പക്ഷേ ഒരു കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് ഒരു പറയുന്ന ആൾ എന്തെങ്കിലും പറയുന്നത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഒരു പറയുന്ന സ്പീക്കർക്ക് തന്നെ എന്ത് ചെയ്യാം? അത് ചേഞ്ച് ചെയ്ത് പറയാം. അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് നമുക്കത് ക്ലിയർ ചെയ്യാം, റിപ്പയർ ചെയ്ത് പറയാമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദീസ് ഓൾ ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺവെർസേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് കോൺവെർസേഷൻ. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഒരു കോൺവെർസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കൺവെൻഷൻസും ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ.